നമസ്കാരം. കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഒന്ന് പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള വയനാടും 2 നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള പാലക്കാടും ചേലക്കരയും. ഇതിൽ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന 2 നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയാണ് പാലക്കാടും ചേലക്കരയും. അപ്പൊ ചേലക്കര എടുത്തു നോക്കുമ്പോഴാണ് എല്ലാവരുടെയും മനസ്സിൽ ചേലക്കരയല്ലേ BJPക്ക് പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 36,700ഓളം വോട്ടുകളാണ് BJP ചേലക്കര നിയോജക മണ്ഡലത്തിൽ മാത്രം നേടിയെടുത്തത്. ഒരു പഞ്ചായത്തിൽ BJP അധികാരത്തിൽ ഉണ്ടായിരുന്നതാണ്. അവിടെ ചെറിയ ഒരു വ്യത്യാസത്തിൽ LDFും അതുപോലെ ഈ UDF എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നതിന്റെ പേരിലാണ് BJPക്ക് അധികാരം നഷ്ടപ്പെട്ടത്. തിരുവില്ലാമല എന്ന് പറയുന്ന പഞ്ചായത്ത് കേരളത്തിൽ BJP ഭരിക്കുന്ന ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഏറ്റവും ഒന്നായിരുന്നു ഈ പറയുന്ന തിരുവില്ലാമല. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 പഞ്ചായത്തുകൾ ഭരിക്കുന്നതിൽ ഒന്ന് അതായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ സാഹചര്യം, അതോടൊപ്പം തന്നെ പഴഞ്ഞി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJPയുടെ സ്വാധീനം അത് നിസ്സാരമല്ല, വലിയ സ്വാധീനമുള്ള ഒരു സംവിധാനം തന്നെയാണ്. അപ്പൊ ചേലക്കരയിൽ ഇത്തവണ BJPക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന സമയത്ത് 29,500 വോട്ടുകളാണ് ലഭിച്ചത്. അപ്പോ BJPയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 50,000ഓളം വോട്ടുകളെങ്കിലും BJPക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ്. ഇതിന് ഈ 50,000 വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ത്രികോണ മത്സരത്തിലേക്ക് എത്തി തൃശ്ശൂർ എങ്ങനെയാണോ വിജയിച്ചത് ഇതേ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ പാലക്കാടൊക്കെ നമ്മൾക്ക് ഒരു ത്രികോണ മത്സരമായിട്ട് കാണാൻ പറ്റില്ല. UDFും BJPയുമാണ് പ്രധാന കക്ഷികൾ. ഇതിൽ LDF ഒരു 35,000 മുതൽ 40,000 വോട്ടുകൾ വരെ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 45,000. BJP ഒരു 55,000 പോലെ അത്ര വരുന്ന തരത്തിലേക്കൊക്കെയാണ് വോട്ടിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം BJPയെ സംബന്ധിച്ച് വലിയ ഒരു മാറ്റം പാലക്കാട് ഉണ്ടാക്കണം. അപ്പൊ പാലക്കാടിനേലും ശ്രദ്ധേയമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ചേലക്കര വരികയാണ്. ചേലക്കരയെ സംബന്ധിച്ച് ഇന്ന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP വിജയിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര. സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ഇവിടെ BJPക്ക് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. BJP ഇവിടെ വിജയിക്കും എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് BJPയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വലിയ മാർജിനിൽ വിജയിച്ച, മാതൃകാപരമായിട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് മാതൃകാപരമായിട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് സുരേഷ് ഗോപിയും തൃശ്ശൂർ ജില്ലയിലെ KK അനീഷ് കുമാർ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും BJPയുടെ പ്രഭാരിമാരായിട്ടുള്ള പല ആളുകളും ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എങ്ങനെയാണോ വിജയം ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മാഷിനെ പോലെയുള്ള ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം മലപ്പുറം താനൂരിൽ അവിടെ പ്രവർത്തിച്ച് വളർന്ന വ്യക്തി, BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഒക്കെ പ്രവർത്തനത്തിലൂടെ വളർന്ന് പല സാഹചര്യങ്ങളിലേക്കും RSS നിർദ്ദേശിക്കുന്ന ആ ഒരു പ്രകാരം തന്നെ ഇതുപോലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് മാസങ്ങളോളം വന്ന് പ്രവർത്തിച്ച് വലിയ മുന്നേറ്റമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം. അദ്ദേഹത്തിന്റെ ചിന്താഗതി, ദീർഘവീക്ഷണം തന്നെയാണ് BJPക്ക് ഇതുപോലെ ഒരു വിജയം അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ BJPയുടെ മുഖമായിട്ടുള്ള ബിജോയ് തോമസ് അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഹരിയെ പോലെയുള്ള ഹരിയെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള പല ആളുകളും BJPയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു അഹോരാത്രം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. അപ്പോ ഇതൊക്കെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും BJP നേതൃത്വത്തിന് മാതൃകാപരമാണ്. തൃശ്ശൂർ ഒരു മാതൃകയാണ്. അതേ തൃശ്ശൂരാണ് ഇപ്പോൾ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം BJP നിലവിൽ അവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് ബൂത്ത് തലത്തിലുള്ള യോഗങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. ഓരോ ബൂത്തുകളും സജീവമാക്കുക. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇലക്ഷന് മുന്നോടിയായിട്ട് BJP സെറ്റ് ചെയ്തത് ബൂത്ത് തല പ്രവർത്തനത്തെ സജീവമാക്കി എവിടെയാണോ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ പിന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തത് ഇവിടെയൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. വർഷങ്ങളായിട്ട് BJPക്ക് ഒരു വോട്ടുകൾ പോലും ഇല്ലാത്ത ചാവക്കാട്, പുന്നയൂർ പോലെയുള്ള പഞ്ചായത്തിലെ ചില ബൂത്തുകളിൽ
0 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഈ 0 വോട്ടേ ഇല്ല. അപ്പോ ഈ സ്ഥലങ്ങളിൽ പോലും 30 മുതൽ 120 വരെ വോട്ടുകളൊക്കെ നേടിയെടുക്കാൻ BJPക്ക് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ചരിത്രമാണ്. ഒരു ഹിന്ദു പോലും ഇല്ലാത്ത ഭൂരിഭാഗം അതിൽ മുഴുവൻ 100% മുസ്ലിം സഹോദരങ്ങൾ മാത്രമുള്ള ബൂത്തുകളിൽ പോലും ഇത്രയും കാലം 0 വോട്ടുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് ഈ പറഞ്ഞ പോലെ 30 മുതൽ ഈ 120 വരെ വോട്ടുകളൊക്കെ ആയിട്ട് മാറിയിരിക്കും. അപ്പോ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ പോലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ, സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ BJPയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ കൈവരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കൂട്ടത്തിൽ SNDPയുടെ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ വലിയ ഒരു വോട്ട് ബാങ്ക് ആയിട്ടുള്ള SNDPയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന പിന്തുണ, പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു വോട്ട് ബാങ്ക് BJPയിലേക്ക് മാറി ഒരു വലിയ ഉണ്ടായിരിക്കുന്നു. കൂടാതെ NSSന്റെ വലിയ ഒരു വിഭാഗം വർഷങ്ങളായിട്ട് കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു പോയിരുന്നത് അതും വലിയ തരത്തിൽ തന്നെ BJPയിലേക്ക് വരും. ഇതിന്റെ ഭാഗമായിട്ടാണ് 20% വോട്ടുകൾ BJPക്ക് കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ ഈ പ്രതീക്ഷകളൊക്കെ കൃത്യമായിട്ട് 2 മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഇടയിലുള്ള ആവേശം ഉണ്ടാക്കും. പഞ്ചായത്ത് തലത്തിലേക്ക് സുരേഷ് ഗോപി പ്രവർത്തനത്തിന്, ഒരു നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6 7 പഞ്ചായത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 6 7 മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ ചേരുന്നതാണ് ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സുരേഷ് ഗോപിക്ക് നിസ്സാരമായിട്ട് കവർ ചെയ്യാനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ജനസമ്പർക്കത്തിലേക്ക് ജനകീയ വിഷയങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനും നിലവിലെ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന UDFന്റെ ഒക്കെ അനാസ്ഥകൾ അത് വലിയ തരത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ എത്രത്തോളം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു വികസന നായകൻ അല്ലെങ്കിൽ ജനങ്ങളുടെ നായകൻ എന്നുള്ള നിലയിലേക്ക് സുരേഷ് ഗോപിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ സുരേഷ് ഗോപിയിലാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അത് നിസ്സാരമല്ല. ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ആരെങ്കിലും കൈതട്ടി മാറ്റുന്ന ഒന്നല്ല ഇവിടുത്തെ വിഷയം. ജനസമൂഹത്തിന് വേണ്ടി താൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ തന്റെ സ്വന്തം ജോലിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പോലും ജനങ്ങളുടെ വികസനത്തിന്, ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള മാനസികാവസ്ഥയും കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും എല്ലാം തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളമടക്കം MP എന്നുള്ള നിലയിലുള്ളത് പോലും ജനങ്ങളിലേക്ക് മാറ്റിവെക്കുക എന്നുള്ള നിലപാട് അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ ഞാൻ തൃശ്ശൂരിന്റെ മാത്രം MP അല്ല, കേരളത്തിന്റെ MP ആണെന്ന് കൂടി അദ്ദേഹം കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നു. ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഇത്രയും കാലം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കേന്ദ്ര സഹമന്ത്രിയായിട്ട് സുരേഷ് ഗോപിക്ക് മാറാൻ സാധിക്കും. അതിന്റെ എല്ലാം മാറ്റങ്ങൾ ചേലക്കരയിലെ ജനങ്ങൾ കൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 36,000-ന് മുകളിൽ വോട്ടുകൾ BJP താമര ചിഹ്നത്തിന് അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 50,000-നും 60,000-നും ഇടയിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ ചേലക്കരയിലും താമര വിരിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നിട്ട് നിന്നിരിക്കുന്നത്. യാതൊരുവിധ തർക്കവുമില്ല. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.